അപ്പൊ ഈ രീതിയിൽ അപ്പൊ ഇങ്ങനെ മുജാഹിദുകളൊക്കെ ഭീകരവാദികളായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥ, മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുകളിൽ ഏകസിവിൽക്കോട് ഇങ്ങനെ ആ ഡെമോക്രസിന്റെ വാളിങ്ങനെ തൂങ്ങി നിൽക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒന്നിക്കണോ അതല്ല ഭിന്നിച്ചെണ്ണം നിൽക്കണോ? ഒന്നിക്കണം എന്നൊരു ആവശ്യം വരുമ്പോൾ അതിനോട് അനുകൂലമായ നിലപാടെടുക്കണോ പ്രതികൂലമായ നിലപാടെടുക്കണോ? ഭൗതികമായ വീക്ഷണത്തിലൂടെ കാണാതെ നമ്മൾ അതിൽ ഇസ്ലാമികമായ വീക്ഷണം എടുക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഒന്നിക്കണം. അത് അന്നകശീലാന്ന് പലതിനെയും എതിർത്തവർ ഐക്യം വേണ്ട, അത് വേണം, ഐക്യം വേണം, യാതൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷെ ഐക്യം വേണം, എന്നതൊന്നും പറ്റില്ല. ആലപ്പുറത്ത് പോകണം, ആൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു ചൂട്ടല്ലേ. അപ്പൊ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചില മേഖലകളിൽ ആകാവുന്നേരത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടാവണം. എന്നാൽ ആദർശരംഗത്ത് ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല, അത് നടത്തുകയുമില്ല. സിറിന്റെ വിഷയത്തിലൊക്കെ ആര് ചോദിച്ചാലും മറുപടി പറയേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്നാൽ അത് പൊതു സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യില്ല, കുറച്ചു കാലത്തേക്ക് മാറ്റി കൊടുക്കും. അത് ആദർശം ഞാനല്ല, കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാം. പിന്നെ കുറച്ചു കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ ജമ്യത്തലിനെ കായ് വരേണ്ടതില്ലല്ലോ. അപ്പൊ ജമ്യത്തലിനെ കായ് വരുമ്പോൾ ചെയ്യാവുന്നതാണ്. പിന്നെ സംഘടനയുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കായ് വരുമ്പോൾ ചെയ്യാവുന്നതാണ്. അത് കൂടുതൽ ഒരു പുനർചിന്തനൊക്കെ നടത്താവുന്നതാണ്. മനസ്സിലായില്ല ആവശ്യം. അതായത് സിഹറിനുള്ള വിശ്വാസം പിന്നെ അത് ശിർക്കാണെന്നാണ് അടിമതിനടക്കമുള്ള നമ്മളെല്ലാം 14 വർഷമായിട്ട് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ ഒരു തൗഹീദുള്ള ശിർക്കും തൗഹീദും നമ്മൾ വേർതിരിക്കുന്ന വിഷയമാണ്. അത് നമ്മൾ ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ എന്തോ താല്പര്യത്തിന് വേണ്ടി ഐക്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാന്നുള്ള വേറെ വിഷയമല്ല, സുന്നത്തായ വിഷയമല്ല, സുബൈർ മുൻപത്തെ വിഷയം പോലുള്ളതല്ല. ഈ തൗഹീദിന്റെ വിഷയം, ഈ ശിർക്ക് നിങ്ങളൊക്കെ പറഞ്ഞതാണ് രോഗം വെച്ച ശിർക്കാണെന്ന് പറഞ്ഞത്. ഇത് മാറ്റി വെക്കുക എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ഇസ്ലാമിക പാരമ്പര്യം എന്താണ്? തൗഹീദും ശിർക്കും മാറ്റി വെക്കാന്നുള്ളത് അതിന് പ്രബോധനം അത് പറഞ്ഞത് വലിയ ഉപകാരം. അപ്പൊ അത് മാറ്റി വെക്കുക എന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ മാറ്റി വെക്കാൻ സംസ്ഥാന കമ്മിറ്റിയിൽ ഒരാൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ താങ്കൾ പറഞ്ഞു ചില പറഞ്ഞ 2 വർഷത്തേക്ക് വരെ മാറ്റി വെക്കാന്ന് പറഞ്ഞു. അത് ഷിർക്കിൻ വിശ്വാസം നിങ്ങൾ ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിന് ഇസ്ലാമിൽ എന്ത് വിചാരണത്? കാരണം ഒരു സംവാദവേദന ഒരാൾ ചോദിക്കാണ് സിഹറിന്റെ വിശ്വാസം ഷിർക്കല്ലേ, ആ വിശ്വാസം നമ്മൾ മാറ്റിയിരുത്താം. സിഹറിന്റെ വിശ്വാസം ഷിർക്കാണോ അല്ല അത് പറ അല്ല അത് പറ ഉത്തരം പറ. സന്ധിയില് വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. ഒരാൾ മുസ്ലിമായി മുന്നോട്ട് വന്നാൽ ചെയ്യണം, അയാളെ തിരിച്ചയക്കണം. എന്നാൽ ഒരാൾ അമുസ്ലിമായി അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, അയാളെ തിരിച്ചയക്കാനും പാടില്ല. ഒരാൾ മുസ്ലിമായി വരുന്ന പ്രശ്നം എന്താ പറയുന്നത്? അത് പൂർണ്ണമായ സംരക്ഷണം നൽകേണ്ട പ്രവാചകനാണ് ചെയ്യുന്നത്, ഏറ്റവും ഒപ്പിടുന്നത്. മാത്രമല്ല അബൂജഹലല്ലേ വന്നത്, അബൂജഹലല്ലേ പേരിലെ സുഹൈലിന്റെ മകനാണ് അബൂജഹൽ അല്ലെ. അബൂജഹൽ ആ സമയത്ത് വിലങ്ങുമായി വന്നു. ശരീരത്തിൽ എമ്പാടും പാടുണ്ട്, മർദ്ദനത്തിന്റെ പാടുണ്ട്. എന്താ സുഹൈൽ പറഞ്ഞത്? മുഹമ്മദ് കരാർ പാലിക്കുന്നുണ്ടോ ഇല്ലേ, എനിക്ക് കരാർ പാലിക്കുന്നവനാണോ അല്ലേ എന്ന് തെളിയിക്കാൻ ഏറ്റവും നല്ല അവസരമാണ്. എന്റെ കൂടാൻ പറഞ്ഞേക്കാം അബൂജഹലിനെ. എന്റെ പ്രവാചകൻ ചെയ്തത് അബൂജഹലിനോട് പറഞ്ഞു മടങ്ങിപ്പോണെന്ന്. ഷഹാദത്ത് ചൊല്ലി ഇങ്ങോട്ട് വന്നാൽ പഠിച്ചോ വേറെ മാർഗം കാണിച്ചു തരും. അത്ര തന്നെ നമ്മുടെ നിലപാടുള്ളത്. ഇസ്ലാമിലേക്ക് വന്ന ഒരുത്തനോട് ആ രീതിയിൽ ഒരു കരാറുണ്ടായപ്പോൾ അതിൽ നമ്മൾ സവിശേഷതയോട് കൂടി എടുത്തിട്ടുള്ള ഒരു തീരുമാനം ആ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ നടപ്പാക്കും. അതേ ഉള്ളൂ. അതല്ലാതെ അതിൽ ആദർശത്തിൽ നമ്മളെന്ത് ചെയ്തിട്ടില്ല, മുഴുവൻ ചെയ്തിട്ടില്ല. ഇസ്ലാമായി വന്ന മുസ്ലിമായി വന്ന ഒരുത്തരെ എന്ത് ചെയ്യുന്നത് പ്രവാചകൻ പഠിക്കും. തൗഹീദിന്റെ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ നബിയോടെ കരാറ് നടത്തുന്നത്. നമ്മൾ തൗഹീദിനോട് ചോദിച്ചില്ല, പ്രബോധനം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തൗഹീദിനോട് ചോദിച്ചത് അല്ല. നിങ്ങൾ സിഹറും ചോദ്യം ചോദിച്ചാല് നമ്മൾ പഠിക്കുന്നു പറഞ്ഞില്ല, അത് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. പഠിപ്പ് നല്ലൊരു വിഷയം. അത് ശിർക്കൻ വിശ്വാസമാണോ അല്ലെങ്കിൽ വ്യക്തമാണ്. സിഹറിലുള്ള വിശ്വാസം അത് ശിർക്കൻ വിശ്വാസമാണോ അല്ലെങ്കിൽ വ്യക്തമാണ്. എന്താണ് അല്ല നിങ്ങൾ പറ
പക്ഷെ ഒരാൾ പബ്ലിക്കിൽ ചോദിക്കുകയാണ് അയാൾ നിങ്ങൾ ഉത്തരം പറയും. പിന്നെ 2 വർഷത്തേക്ക് മാറ്റി ഈ കുറച്ചു കാലത്തേക്ക് മാറ്റി വെക്കുന്ന പറഞ്ഞെന്താണ് ഒരാളെ എന്തുകൊണ്ട് എന്തിന്റെ പേരാണ് ഞാനൊക്കെ പറഞ്ഞല്ലോ. നമ്മളൊക്കെ നിങ്ങളെ വാക്കുകളുടെ വിശ്വസിച്ച് ഇത്രയാണ് അങ്ങനെ മനുഷ്യനാണ്. ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ അടിമതിലൊക്കെ നിങ്ങളെ ഒരുപാട് റൊമാൻസ് മനുഷ്യനാണ്. അത് പറയാൻ പാടില്ലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് പറയാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അത് പൊതു സ്റ്റേജിൽ നമ്മളെന്ത് ചെയ്യും? സിദ്ധത എന്ന് പറയുന്ന വിഷയത്തിൽ തൽക്കാലത്തേക്ക് ചെയ്യും. അത് ഓട്ടോറിയം പ്രഖ്യാപിച്ച് തൽക്കാലം ഒരു പൊതു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവെ അങ്ങാടിയിലോ കാര്യങ്ങളിലോ ചെയ്യില്ല, ചർച്ച നടത്തുകയില്ല. ആദ്യം നമ്മൾ ചെയ്തൊരു പഠിക്കും വന്ന് ആ ആശയത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടില്ല, വന്നിട്ടില്ല, സമൂഹത്തെ ചെയ്തിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല, അത് പഠിപ്പിക്കാറില്ല. അതല്ല പഠിക്കുന്ന വിശ്വാസങ്ങളുടെ വിഷയം. അത് പറഞ്ഞു കഴിഞ്ഞാൽ മാറണ്ട. എന്റെ ചോദ്യം അതല്ല. ഈ സിഹർ ശിർക്കൻ വിശ്വാസമാണോ അല്ലേ? അത് പറ. സിഹറിനെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമ്മൾ എല്ലാ മേഖലയിലും തുറന്നു പറഞ്ഞതാണ്. ഇതുവരെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിൽ നമ്മളുടെ വിശ്വാസം. അതിൽ ഞാൻ ഇതുവരെ എന്താണോ നമ്മൾ പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾക്ക് അതിലുള്ള വിശ്വാസം. അത് തന്നെയാണ് മുഴുവൻ പ്രസിദ്ധീകരണങ്ങളിലും വന്നിട്ടുള്ളത്. അതന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നതും നമ്മൾ പറയാൻ പോകുന്നതും പറയേണ്ട സമയത്ത്. പക്ഷെ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യൂല, പൊതുരംഗത്ത് അത് ചെയ്യൂല, ചർച്ചയാവില്ല. അതായത് ഒരു ശിർക്കൻ വിശ്വാസത്തെക്കുറിച്ച് സംശയം ചോദിച്ചാൽ ഉത്തരം പറയില്ല നടത്തും. അത് എന്തിന്റെ പേര്? ഈ സിഹറെ ശിർക്കൻ വിശ്വാസമാണല്ലോ. അതിനെപ്പറ്റി ഒരാൾ സംശയം ചോദിച്ചാൽ ഉത്തരം പറയും. സംശയം ചോദിച്ചാൽ നമുക്ക് പറയാൻ കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ കൃത്യമായ നിലപാട് അതിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അത് വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മളത് പ്രബോധനം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ അതിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. അങ്ങനെയാണ് മറുപടി പറയേണ്ടത്. നമ്മൾ ഇത്രയും കാലം പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ ആയത്തും ഹദീസും ഓതിയിട്ടല്ലേ? കാരണം നമ്മുടെ തൗഹീദിന്റെ വിശദീകരണം എന്താണ്? അഭൗതികമായിട്ടുള്ള കാര്യമാണ് വന്നത്. അതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കാണത്. അങ്ങനെ നിങ്ങൾ വിശദീകരിച്ചത് 6 കാരണം വന്നങ്ങൾക്ക് അതീതമായിട്ട് നമ്മളൊരാളെ സാഹിത്യം പേടിക്കുകയാണ്. അപ്പൊ അത് ശിർക്കാണ്. അങ്ങനെ നിങ്ങൾ മറുപടി പറഞ്ഞു. ആ മറുപടി അതിനാണ് നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. സാർ അതിന് ആ കാര്യം ചെയ്യും നമ്മൾ ഇനിയും വിശദീകരിക്കും. അത് അതേ രീതിയിൽ തന്നെ പറയും. ആ മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആ മറുപടിയാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ നമ്മുടെ വിശ്വാസം അത് ശിർക്കാണെന്നാണ്. അത് നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ പൊതുവേദിയിൽ? ഇനിയും 6 പേരിൽ നിങ്ങൾ നിൽക്കണം. ഇല്ല, പൊതുവെ ഒരു കരാറുണ്ടായി കഴിഞ്ഞാൽ ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുള്ളൂ, മുന്നോട്ട് പോകുള്ളൂ. ആ കരാറിനെ ലംഘിച്ചുകൊണ്ട് എന്ത് ചെയ്യൂല, മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അപ്പൊ ആ കരാറനുസരിച്ച് പരസ്യ പ്രബോധന രംഗത്ത് എന്ത് ചെയ്യണം, ഇത്തരം വിഷയങ്ങൾ പരസ്യ പ്രബോധന രംഗത്ത് മാറ്റി വെക്കണം എന്നുള്ള നിർദ്ദേശം. മനസ്സിലാക്കിയ തൗഹീദിന്റെ സത്യം അത് മറച്ചു വെക്കണം. എവിടെ പറഞ്ഞത്? നിങ്ങൾ പറ, വ്യക്തമല്ല. അള്ള നെഞ്ചത്ത് കൈവച്ച് പറ നിങ്ങൾ. എന്താണ് നിങ്ങൾ സീറിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അഭിമാനം? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു ചോദ്യകർത്താവ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യകർത്താവിന് എന്താണ് അവർക്ക് ഒന്നുകിൽ അയാൾക്ക് പഠിക്കണമെന്നായിരുന്നു താല്പര്യം, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിയും കൊടുക്കണമെന്നായിരുന്നു താല്പര്യം. അപ്പൊ ചോദ്യകർത്താവിന്റെ താല്പര്യത്തിനനുസരിച്ചായിരിക്കും അതിലുണ്ടാവുക മറുപടി. അത് ഏത് കാലഘട്ടത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് മറുപടി പറയാറുള്ളത്. എല്ലാം ചോദിച്ചതിന് നമ്മൾ എന്ത് ചെയ്യാറില്ല, മറുപടി പറയാറില്ല. അപ്പൊ ആ രീതിയിൽ പറയാം. ആ രീതിയിൽ നമ്മൾ ഈ രീതിയിൽ മുന്നോട്ടുള്ള ഒരു കാൽവെപ്പ് നടത്തുമ്പോൾ അത് ഇല്ലാതെയാവുന്ന വിധത്തിലുള്ള ഒരു സമീപനം നമ്മുടെ എടുത്ത തീരുമാനത്തിന് കരാറിന് വിരുദ്ധമായി ആദ്യമായി നമ്മൾ ചെയ്യില്ല. ആ കരാറിൽ എഴുതിക്കുന്ന അവസ്ഥ നമ്മളിൽ നിന്നുണ്ടാവുകയില്ല. നേരെ മറിച്ച് കരാറിൽ എഴുതിക്കുന്ന ഒരു അവസ്ഥ വേറെ ഭാഗത്തു നിന്നുണ്ടായാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. പറയട്ടെ, അതായത് നമുക്ക് ഒന്നും വേണ്ട സാർ. സാർ അതെ, നമുക്കൊന്നും വേണ്ട. ഒരു സ്വത്തുക്കൾ ഒരു എക്സിക്യൂട്ടീവ് മെമ്പർഷിപ്പ് വേണ്ട. ഇവിടെ ചോദ്യം ചോദിക്കാൻ അവസരം നമ്മോട് ചോദിച്ചതാണ്. അല്ല, ചോദ്യം ചോദിക്കാൻ അവസരം നമ്മോട് ചോദിച്ചതാണ്. നമുക്ക് ഇത്തരം കാര്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ ഒതുക്കിയിരുന്നിട്ട് വേറെ പഠിക്കാം.
സ്ത്രീകളെ മോശമാക്കുന്ന രീതിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. പോകാൻ പറ്റുന്നു. സ്ത്രീകളെ പോണെ പുറത്തു പോയിക്കോട്ടെ. നിങ്ങൾ സ്ത്രീകളെ പ്രത്യേകം എടുത്തുകൊണ്ട ആവശ്യമില്ല. ഞങ്ങൾ സ്ത്രീകളെ മോശം ഒരു പരാമർശം നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ റഷ്യ ശാഖ പ്രസിഡന്റാണ്. അല്ല, നിങ്ങൾ സ്ത്രീകളെ പ്രത്യേകം എടുത്തുകൊണ്ട് നമ്മളെ അവർക്ക് പോകാൻ വൈകും എന്നതാണ് അല്ല, അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു. പക്ഷെ സ്ത്രീകൾ ഇത്ര വേദിയാണെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ മോശത്തിൽ അവര് പോയിക്കോട്ടെ. അപ്പൊ അതില് മാന്യമായി സംസാരിക്കും.